നിങ്ങളെവർക്കും ജോയ് വിത്ത് ചാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുവൈത്തിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ആദ്യം പോകുന്നത് കുവൈത്തിലെ ഒരു ഫേമസ് ആയ ഒരു ഗ്രാൻഡ് മോസ്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ കുവൈത്തിലെ ഗ്രാൻഡ് മോസ്കിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ അടിപൊളി, എന്താ പറയുക, ഒരു റോയൽ ഫീലുള്ള ഒരു ഗ്രാൻഡ് മോസ്കാണ്. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫീൽ അറിയാൻ പറ്റും. ഞങ്ങൾ കയറുന്നത് നല്ലൊരു ഗോൾഡൻ സ്റ്റൈലിലാണ് അതിൻ്റെ റൂഫിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. നടുവിലാണെങ്കിൽ വലിയൊരു മിനാരത്തിൻ്റെ ഒരു ഇതുണ്ട്. നല്ല കാര്യമായിട്ടുള്ളത് ഒരു മൊറോക്കൻ സ്റ്റൈലിലുള്ള ടൈലുകളാണ് കൂടുതലും ചുമരിലൊക്കെ ഉള്ളത്. കാർപ്പറ്റൊക്കെ ആണെങ്കിൽ ഇറാനിയൻ കാർപ്പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണുള്ളത്. പിന്നെ മരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല തേക്കുണ്ട്. ഇന്ത്യയിൽ നല്ല തേക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ടൂറിയുടെ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകി എല്ലാ ദിവസവും ഇവിടെ ടൂർ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ 9 മണി തൊട്ട് 12 മണി വരെയും വൈകുന്നേരം 4 മണി തൊട്ടാണ് പിന്നെ അടുത്ത ടൂർ ഉള്ളത്. അപ്പോൾ അതിന് കണക്കാക്കി വന്നാൽ നിങ്ങൾക്ക് ടൂർ ഗൈഡിൻ്റെ സഹായത്തോടെ അതൊക്കെ കാണാനും പറ്റും. അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും ഓരോ കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഈ പള്ളിയുടെ നിർമ്മാണം ശരിക്കും നടന്നിരിക്കുന്നത് 1986-ലാണ്. പക്ഷേ നമുക്കത് കാണുമ്പോൾ അത്ര പഴക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം അത്രയും നല്ലൊരു ഭംഗിയാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ പ്രാർത്ഥന നടത്തുന്ന ഭാഗത്തേക്ക് നമുക്ക് കയറി നോക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. പിന്നെ ഈ ടൂർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. നിങ്ങൾ ആ ഒരു സമയത്ത് വന്നാൽ മാത്രം മതി. ഇതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അതിനൊരു സമയം നോക്കി വരിക. അവിടെ പുറത്ത് എഴുതി വെച്ചത് വെള്ളിയും ശനിയും ടൂർ ഇല്ല എന്നാണ്. പക്ഷേ ഞങ്ങൾ വന്നത് ശനിയാഴ്ച ആയിരുന്നു. ടൂർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അത് നിങ്ങൾ വരുന്നതിന് മുന്നേ കൺഫേം ചെയ്താൽ മതി. പിന്നെ വലിയ ടൂർ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അവർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനൊക്കെ പറയും. ഞങ്ങൾ വന്നിട്ട് ഒരു 10-20 മിനിറ്റോളം നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നിങ്ങൾ ടൂർ സ്റ്റാർട്ട് ചെയ്തത്. ചുമരിൽ കാണുന്നതാണ് ഈ മൊറോക്കൻ സ്റ്റൈൽസ്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒട്ടിച്ച് വെച്ച് പോലുള്ളൊരു ടൈലാണ്. അപ്പോൾ മൊറോക്കൻ സ്റ്റൈലാണ് മൊത്തത്തിൽ ഇതിൻ്റെ വാള് മൊത്തം ഉള്ളത്. ഇവിടെ നോക്കിയാലൊക്കെ കാണാൻ പറ്റും ഒരു മൊറോക്കൻ സ്റ്റൈലാണുള്ളത്. കുവൈത്തിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. ഗ്രാൻഡ് മോസ്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പോയത് മുബാറക്കിയ സൂക്കിലേക്കാണ്. അപ്പം കുവൈത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂക്കാണ് ഈ മുബാറക്കിയ സൂക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരു ആക്റ്റീവായിട്ടുള്ള സൂക്കാണ്. അപ്പോൾ നിങ്ങൾ കുവൈത്തിലൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അത്യാവശ്യം ലോക്കലി ആൾക്കാരൊക്കെ വരുന്നൊരു മാർക്കറ്റ് കൂടിയാണ് മുബാറക്കിയ സൂക്കിൽ നിന്ന്. പിന്നെ ഞങ്ങൾ പോയത് അൽ ഷഹീദ് പാർക്കിലേക്കാണ്. അപ്പം ഇവിടുത്തെ ഒരു നല്ലൊരു പാർക്കാണ്, നല്ലൊരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാർക്കാണ്. അപ്പോൾ പാർക്കിൻ്റെ മുൻപിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കുവൈത്ത് സിറ്റിയുടെ സ്കൈലൈൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ കാണാൻ പറ്റും. തുടർന്ന് ഞങ്ങൾ പോയത് സൂക്ക് ഷർക്ക് മാൾ എന്ന് പറഞ്ഞൊരു മാളിലേക്കാണ്. ഒരു ബീച്ച് സൈഡിനോട് അടുത്തുള്ള ഒരു മാളാണ്. അപ്പം നല്ലൊരു വ്യൂ ആണ്. ഒരു ബീച്ചിന് നല്ലൊരു അടിപൊളി വ്യൂ കിട്ടും. ഞങ്ങൾ പോയത് കുറച്ച് ഉച്ച സമയത്ത് ആയതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ ബീച്ചൊന്നും എൻജോയ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ കുവൈത്തിലെ പ്രധാനപ്പെട്ട അട്രാക്ഷനായ കുവൈത്ത് ടവർ കാണാൻ പോയത്.
ഞങ്ങളിപ്പോൾ ഉള്ളത് കുവൈത്ത് ടവറിന്റെ മുകളാണ് കേട്ടോ. അപ്പോൾ കുവൈത്ത് ടവർ ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം സമയത്തും കൂടി കയറാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു സൺസെറ്റിന്റെ സമയത്ത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ കുവൈത്തിൽ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കുവൈത്ത് ടവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് ഒരാൾക്ക് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 3 KD ആണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരത്തെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകലിലെ ഒരു വ്യൂവും കിട്ടും, രാത്രിയിലെ ഒരു വ്യൂവും കിട്ടും. പിന്നെ ഇവിടെ ചെറിയ റെസ്റ്റോറൻറ്റ് മുകളുണ്ട്. അപ്പം ആ റെസ്റ്റോറൻറ്റിന്റെ പ്ലാറ്റ്ഫോം അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അരമണിക്കൂറോടെ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി വരും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഒരു കുവൈറ്റ് സിറ്റിയുടെ ചെറിയൊരു കാഴ്ച ഇവിടെ നിന്ന് കിട്ടും. ഒരു സൈഡിൽ മൊത്തം ബീച്ചാണ്, പിന്നെ മറ്റേ സൈഡിലാണെങ്കിൽ ഈ കുവൈറ്റിന്റെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ കുവൈത്തിന്റെ ഒരു ബന്ധപ്പെട്ട ഒരു ഐക്കോണിക് ബിൽഡിംഗ് കൂടിയാണ് ഇത്. ഒരുപാട് പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. ബേസിക്കലി ഇതൊരു വാട്ടർ ടാങ്ക് ആണ്. അപ്പം വാട്ടർ ടാങ്ക് പിന്നെ ഒരു ടവർ എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ ആണുള്ളത്. മൊത്തം 3 ടവേഴ്സ് ഉണ്ട് ഇങ്ങനത്തെ. അപ്പൊ നിങ്ങളൊന്ന് പുറത്തെങ്കിലും വന്ന് കാണുന്നത് നല്ലതാണ്. കാരണം കുവൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന ഒരു ബിൽഡിംഗ് കൂടിയാണ് ഈ കുവൈറ്റ്. ഇതിന്റെ മുകളിൽ നിന്ന് രാത്രിയൊക്കെ നല്ല രസമുള്ള കാഴ്ചയാണ്. ഏകദേശം ഇങ്ങനെ ഇരുട്ടായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അത്യാവശ്യം ഇങ്ങനെ ഒരു വെളിച്ചം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ കടൽ തന്നെയാണ്. അപ്പോൾ രാത്രിയപ്പോൾ അധികം കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. ഇപ്പുറത്തെ സൈഡിലാണ് സിറ്റി ഒക്കെ ഉള്ളത്. ഇതിന്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നമുക്ക് താഴ്ന്ന് എടുക്കാൻ പറ്റണം. ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് താഴ്ന്ന കൗണ്ടറിൽ നിന്ന് എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ലിഫ്റ്റ് വഴി ഇതിന് മുകളിലേക്ക് എത്തും. അപ്പം ഒരു സ്റ്റെപ്പ് നമ്മൾ സ്റ്റെപ്പായിട്ട് കയറണം. അവിടെ വരെ ലിഫ്റ്റ് ഉണ്ടോ. അപ്പൊ അവിടെയാണ് ഈ റെസ്റ്റോറൻറ്റും തിരിഞ്ഞ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങൾ തലേദിവസം കുവൈറ്റ് ടവറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ പോയിട്ട് ഹോട്ടലിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 9 മണിയോടായിരുന്നു ഞങ്ങളെ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ടാക്സി എടുത്തിട്ട് കുവൈറ്റ് സിറ്റി എയർപോർട്ടിലേക്ക് എത്തുകയും അവിടുന്ന് പിന്നെ വിസ് എയർ എടുത്തിട്ട് ഞങ്ങൾ അബുദാബിയിലേക്ക് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി.